മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. TBയെ പറ്റി അറിയാം, ചികിത്സിക്കാം, പ്രതിരോധിക്കാം. ബഷീർ അല്ലേ? ഓക്കെ. ബഷീറിന് നമുക്കിപ്പം 1 മാസമായിട്ടുള്ള ചുമയുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇടവിട്ടുള്ള പനിയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കഫം ടെസ്റ്റ് ചെയ്യാനും എക്സ്റേ എടുക്കാനൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം TB ആണ് വന്നിട്ടുള്ളത്. ക്ഷയരോഗം. TB അസുഖമുള്ള ഒരു രോഗിയായിട്ട് സമ്പർക്കത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് TB വരാനുള്ള സാധ്യതയുണ്ട്. ആ രോഗി തുമ്മുന്നതിലൂടെയോ ചുമക്കുന്നതിലൂടെയോ അതിൽ നിന്ന് വരുന്ന ദ്രാവക തുള്ളികൾ വായുവിലൂടെ സഞ്ചരിച്ചിട്ട് നമുക്ക് പകരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ആൾക്ക് പ്രതിരോധശേഷി കുറവാണെങ്കിൽ TB കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അയ്യോ മാഡം, വീട്ടിലെ കുട്ടികളുണ്ട്, അവർക്ക് വരോ? അടുത്ത് ഇടപഴകുന്നവർക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ കുട്ടികളുമായിട്ടുള്ള സമ്പർക്കങ്ങളൊക്കെ കുറക്കുക. നമ്മൾ എപ്പോഴും ഈ രോഗി എപ്പോഴും മാസ്ക് ഉപയോഗിച്ചിട്ട് വേണം നടക്കാൻ. അതുപോലെ റൂമിലെ വെന്റിലേഷൻ ഒക്കെ നന്നായിട്ട് വേണം, എപ്പോഴും ജനലൊക്കെ തുറന്നിടുക. അതുപോലെ നമ്മൾ ഈ പബ്ലിക് സ്പേസിൽ തുപ്പുക, അതൊന്നും ഒഴിവാക്കുക. ചുമയ്ക്കുമ്പോഴൊക്കെ എപ്പോഴും മുഖം കവർ ചെയ്തിട്ട് തുമ്മാനോ ചുമയ്ക്കാനോ ഒക്കെ ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ കൂടുതലായിട്ട് അടുത്തിടപഴകുന്നവർക്ക് പ്രിവെന്റീവ് മെഡിക്കേഷൻസ് ഉണ്ട് TB വരാണ്ടിരിക്കാനുള്ള. അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെ എടുക്കേണ്ടതെന്ന്. അതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം കുറക്കാൻ പറ്റും. ഡോക്ടർ ചികിത്സിച്ചാൽ മാറുമോ? അതെ, പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖം തന്നെയാണ് TB. ഗവൺമെന്റിന്റെ അണ്ടറിൽ ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് TBക്ക് കൊടുക്കുന്നുണ്ട്. ഒരു 6 മാസത്തെ ട്രീറ്റ്മെന്റ് ഡ്യൂറേഷൻ ആണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ അടുത്തുള്ള PHCയിൽ പോയി രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പൊ നിക്ഷയ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ വരും. ഈ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് ട്രീറ്റ്മെന്റ് കിട്ടും. ബാക്കി ഫോളോ അപ്പ് നിങ്ങളെ നാട്ടിലെ ആശാ വർക്കർ ചെയ്തോളും. റെഗുലർ ആയിട്ട് അവർ വന്നിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. നിങ്ങൾ മരുന്ന് എടുക്കുന്നുണ്ടോ എന്ന് അവർ ശ്രദ്ധിക്കും. കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരെ ബന്ധപ്പെട്ടാൽ മതി. അതുപോലെ ഈ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെങ്കിൽ അപ്പൊ തന്നെ ഡോക്ടറെ ചെന്ന് കാണണം. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ട്, അതുകൂടി ചെയ്യേണ്ടി വരും. ബാക്കി ഫോളോ അപ്പുകളൊക്കെ PHCന്ന് ചെയ്തോളും. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. മരുന്ന് കഴിച്ചോ? മോളെ, ഉപ്പ മരുന്ന് കഴിച്ചോ? അതൊന്ന് ചാറ്റിൽ എഴുതിയേക്കും. ബഷീറിന്റെ വീടല്ലേ? അതെ. ഞാൻ ഇവിടുത്തെ ആശാവർക്കറാണ്, ഫാത്തിമ. ഇവിടെ ഒരു TB റിപ്പോർട്ട് ചെയ്ത് തറഞ്ഞു, അത് അന്വേഷിക്കാൻ വന്നതാ. എങ്ങനെയുണ്ട് ബഷീർ? പനിയൊക്കെ കുറഞ്ഞില്ലേ? മരുന്ന് മുടങ്ങാതെ കഴിക്കുന്നില്ലേ? ഓരോ ദിവസം കഴിക്കുന്നത് ചാർജ് വരുന്നു. അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. കണ്ണിന് മഞ്ഞപ്പ്, കാഴ്ചക്കുറവ്, കൈകാലുകൾ മരവിപ്പ്, ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ മരുന്ന് കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അറിയിക്കേണ്ടതാണ്. പോഷകാഹാരപ്രദമായ ഭക്ഷണവും മരുന്നിന്റെ കൂടെ തന്നെ TBയുടെ ചികിത്സയിൽ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകമായിട്ട് പറയാനുള്ളത് 6 മാസത്തേക്കെങ്കിലും ഉള്ള ട്രീറ്റ്മെന്റ് ആണ് ഇതിനുള്ളത്. മരുന്ന് മുടങ്ങാതെ നോക്കണം. പകുതിക്ക് വെച്ച് ചികിത്സ നിർത്തിയാല് ട്രീറ്റ്മെന്റിന്റെ ഫലമൊന്നും കിട്ടില്ല, കോംപ്ലിക്കേഷൻസും ഉണ്ടാവാം. വീട്ടിലുള്ള മറ്റംഗങ്ങളോട് മരുന്ന് കഴിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു? അപ്പൊ നിങ്ങൾ കഴിക്കുന്നില്ലേ? കഴിക്കുന്നുണ്ട്. ശരി, അപ്പൊ നിങ്ങളും മരുന്ന് മുടക്കരുത് കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി, ഞാൻ ഇടയ്ക്കെങ്കിലും വരാം.